ആ എന്താ വായിക്കുക? ഒരു എലിഫും കൂടെ എഴുത്. ഒരു എലിഫിന് ഇപ്പത്തെ എഴുത്. ഞാൻ പത്ത് ഇട്ടാ അതിന് മുകളിൽ പത്ത് ഇടുക. ഇപ്പം എന്താ വായിക്കുക? ഇതെന്താ വായിക്കുക? ഇതോ ഇത് അലിഫ. പത്ത് ഇട്ടാല് ഒന്നൊരു ബൈക്ക്. ഇതെന്ത് ബൈക്കാ? ഇത് ഒന്നൊരു ബൈക്ക്. ഇത് ഇനി അംസ ഇട്. അംസ എങ്ങനെ ഇതാ ഇങ്ങനെ ഇട്ട് ഇതെന്ത് വായിക്കുക? ഹംസ്. ഇത് വായിക്കുക. ഒന്നും കൂടെ ചെയ്തിട്ടേ. ഇതെന്ത് വായിക്കുക? അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഫത്തഹ ഇട്ട് എന്ത് വായിക്കും? എന്ത് വായിക്കുക? ഇത് വായിക്കും ചുറ്റി. ഇത് വായിക്കുക. ഇതോ ഇത് ഫത്തഹ ഉണ്ട്. അപ്പോ ഒന്ന് വായിക്കും. എന്ത് വായിക്കുക? ഇത് വെരി ഗുഡ് ബോയ് ആണ് എൻ്റെ മോനെ. അമ്നൂസ് സൂപ്പർ ആട്ടാ. അമ്നേ ഇനി അംസും കൂടി എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഡബിൾ സൂപ്പറോ ഒന്ന് പഠിച്ചോട്ടെ. എഴുതിക്കോട്ടെ. പിച്ച് കാണിച്ചരാ. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടാ. എന്താ അംസ എന്താ വയ്ക്കുക? അങ്ങനെ ഇതിലെങ്ങനെയാ? വലതു ഭാഗത്ത് നിന്ന് തുടങ്ങണം. ഇങ്ങനെ കൊടുത്തിട്ട് അതിങ്ങനെ എഴുതിയില്ലേ? എന്നിട്ട് അടിയിൽ ഇങ്ങനെ വരാം. അപ്പൊ എന്താ വയ്ക്കുക? എന്താ വയ്ക്കുക? ഇപ്പൊ ചുറ്റി എഴുതുവോ? ഇപ്പൊ ചുറ്റി അംസ എഴുതുവോ? ഇവിടെ എഴുതി. പെൻസിൽ മുറുക്കി പിടിച്ചോ. അതുപോലെ എഴുതുക. പെൻസിൽ മുറുക്കി പിടിച്ചോ. എന്നിട്ട് കുറച്ചാക്കിയിട്ട് എങ്ങനെ അടിയിൽ ഇങ്ങനെ വരച്ചപ്പോൾ തയ്ക്കുക. എന്താ വയ്ക്കുക? എളുപ്പമല്ലേ? ഇരിക്ക. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ടില്ലേ? ഇനി ഇപ്പത്തെ ഇരിക്കാം. ഒറ്റയ്ക്ക് ഇരിക്കാം. ഒറ്റ ചുറ്റി ഇരിക്കാം. അങ്ങനെ തന്നെ. ഇനി ഇവിടെ വൃത്തിയിലേത് അവിടുന്ന് ഇങ്ങനെ തുടങ്ങണം. അപ്പം അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഏത് താഴെ അവിടെ ഇരിക്കും. ഇരിക്കും. ഇവിടുന്ന് തുടങ്ങുക. ഇവിടുന്ന് ബാക്കോട്ട് വരട്ടെ. എന്നിട്ട് ഒന്ന് ചെയ്ത് താഴെ ഇവിടെ ഇരിക്കും. ഇവിടെ സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ വലുതാക്കി ചെയ്തോളൂ. ഇതുപോലെ അടി ചെയ്താൽ മതി. ഇവിടെ എന്തോ വരക്കല്ല. ചക്കട മുതൽ നോക്ക്. ഇച്ചിരി നോക്ക്. ഇതാ എളുപ്പമുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ട് ഉണ്ടോ? എത്ര എളുപ്പമുണ്ട്. സിമ്പിള് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എങ്ങനെ എന്ത്